ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇഡ്ഡലി, ദോശ, ബ്രെഡ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങയില്ലാത്ത സൂപ്പർ ഒരു ചട്നിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നല്ല നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാൻ. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 15 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയുടെ തോലൊക്കെ ഇളക്കാൻ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ നേരത്തെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തോലിളകി കിട്ടും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഇത് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ചട്ടിയിൽ പിടിപ്പിച്ച കറിവേപ്പാണ് കേട്ടോ, അതുകൊണ്ടൊരു നല്ല നാടൻ ഓർഗാനിക്കാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെയാണ് നമ്മൾ വീട്ടിൽ പിടിക്കുന്ന കറിവേപ്പാകുമ്പോൾ. നമ്മൾ വാങ്ങിക്കുന്ന കറിവേപ്പിലേക്കാളും മണമാണ്. ഉള്ളിയൊക്കെ നല്ലപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നല്ലൊരു കളറൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് എരിവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് എരിവിന് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ പച്ച മണം മുളക് പൊടിയുടെ ഒന്ന് മാറണം. അതിനൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഏത് മുളക് പൊടി ഉണ്ടോ അത് വെച്ച് തയ്യാറാക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തന്നേ ഉള്ളൂ. മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. ഞാൻ കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെ ചേർക്കുന്നുള്ളൂ. കാര്യം തക്കാളിയുടെ പുളി മാത്രം മതി ഇതിന്. പിന്നെ കുറച്ച് ഞാൻ ചേർത്തന്നേ ഉള്ളൂ, ചട്നി അല്ലേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ഈ ശർക്കരയൊക്കെ മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇപ്പോൾ കുട്ടികളൊക്കെ ഇഡ്ഡലിയോ ദോശയൊക്കെ കുട്ടികൾ കഴിക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഈ ചട്നി കൂട്ടി കൊടുക്കുമ്പോൾ. കുറച്ച് മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കുക. ശർക്കരയൊക്കെ ഇതിൽ ചൂട് തട്ടിയങ്ങ് ഉരുകി മിക്സ് ആയിക്കോളും. എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റി വെച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കറുത്ത പുളിയാണ് ചേർത്തത്, അതുകൊണ്ടാണ് ഇത് കറുത്തിരിക്കുന്നത്. കരിഞ്ഞൊന്നും പോയതല്ല കേട്ടോ. ഇനിയില്ലേ കമൻറ്റ് വരും ഇത് കരിഞ്ഞു പോയത്. ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചട്നിക്ക്. ഇനി നമുക്കിത് അരച്ച് കൊണ്ടുവരാം. ചട്നിയൊക്കെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പ് നോക്കട്ടെ കുറച്ച്. ഉപ്പൊക്കെ കറക്റ്റാണ്. പുളി ഉപ്പ് ആ ചെറിയൊരു മധുരവും എല്ലാം കൂടെ ആയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എത്ര ഇഡ്ഡലിയൊക്കെ കഴിക്കാത്തവരും കഴിക്കും ഈ ചട്നി കൂട്ടി. നല്ല വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. ആ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാകും. 1 ഇഡ്ഡലി 2 ഇഡ്ഡലിയൊക്കെ തിന്നുന്ന കുട്ടികൾ 4 ഇഡ്ഡലി തിന്നും.
നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഇഡ്ഡലി, ദോശ, ബ്രെഡ്, ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റുള്ള ചട്നിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.